അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഹോം ടൂർ എവിടെയെന്ന്. അന്ന് നമ്മൾ ചോദിച്ച ടൈമിലല്ലേ ആരും അത്ര കമന്റ് ചെയ്തില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഇടുന്ന ഷോർട്സിലും മെയിൻ വീഡിയോന്റെ അടിയിലൊക്കെ വരുന്നുണ്ട് ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ ബാക്കിൽ കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ. യെസ്, വാ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഫ്ലാറ്റ് മാത്രമല്ല, ഈ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും കുറേ വില്ലാസും ഉണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മുടെ ഫ്ലാറ്റ് കിടക്കുന്നത്. അതെ, പിന്നെ അതിൻ്റെതായിട്ടുള്ള അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂളുണ്ട്, ജിം ഉണ്ട്, പിന്നെന്താ. വാ അങ്ങോട്ട് പോവാൻ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, നല്ല നൈസാട്ടോ. അതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാലേ അതെ, ഭയങ്കര ഒരു പോസിറ്റീവും നല്ല ഒരു അല്ലേ, നല്ല ഒരു എസ്തെറ്റിക് വൈബാണ് അല്ലേ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താ പറഞ്ഞാൽ നല്ല കാറ്റല്ലേ. നമ്മുടെ ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് പോലെയാണ്. ഞങ്ങള് ചില സ്ഥലത്തൊക്കെ പിടിച്ചിട്ടാ നിൽക്കാറ്. അത്ര വേണോ? വേണം. സാലി പറന്നു പോയിട്ടുണ്ട്. അതെ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരുമ്പോ നല്ല കാറ്റ്, ചില ടൈമിൽ നല്ല കാറ്റ്. ഇപ്പൊ മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ് അല്ലേ. അതേപോലത്തെ ഇത് പൂൾ ഏരിയ കേട്ടോ നമ്മുടെ. ഇപ്പൊ പൂൾ ഇപ്പൊ വർക്കിംഗ് അല്ല, ഇപ്പൊ മെയിൻ്റെനൻസിൽ അണ്ടർ മെയിൻ്റെനൻസ് ആണ്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് പൂള് റെഡിയാവും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇനി ജിം ഉണ്ട്. വാ നമ്മുടെ ജിമ്മ് കാണിച്ചല്ലേ. വാ, അങ്ങനെ പറയുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് വിചാരിച്ചോട്ടെ. നമ്മൾ ആക്ച്വലി നാളെയോ മറ്റന്നാളോ അതിന്റെ പിറ്റേന്നൊക്കെ മുതൽ തുടങ്ങും. നമ്മളില്ലേ യാസീനോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ജിം. ഗ്യാപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ആയതിനെ കൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെരി സൂൺ ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തുടങ്ങുന്നതാണ് ജിമ്മ് അല്ലേ. അപ്പൊ അല്ലാതെ ചെയ്യുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലാറ്റ് ആട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലോർ, 14th ഫ്ലോർ. വാ, ഇവിടുത്തെ ലാസ്റ്റ് ഫ്ലോർ. ആദ്യം തന്നെ ഇതെടുത്ത് കയറണോ. 11 മണിയാകുമ്പോൾ വേസ്റ്റ് വെക്കണം. അപ്പൊ ഈ വേസ്റ്റ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉള്ളിൽ കൊണ്ടുപോയി വെക്കണോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഹോം ടൂർ വേണ്ടി വെക്കല്ലേ. അതല്ല, ആദ്യം ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോ അതും കൊണ്ട് പോകണ്ടല്ലോ. യുവർ ഫ്ലാറ്റ് കമോൺ. അപ്പൊ നമ്മളത് ബേജ് ആട്ടോ. ഇവിടെ പേരുകളാണ്, നമ്പേഴ്സ് അല്ല, പേരുകളാണ് അല്ലേ. സാറ്റിന്, മിസ്റ്റ്, യെസ് അതെ. അപ്പൊ ഇതാണ് നമ്മുടെ ലിവിങ്. ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇത് നമ്മൾ കുറച്ച് വീഡിയോയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. ലിവിംഗ് ഏരിയ ഇവർക്ക് അറിയണ്ടാവും. അതെ, നമ്മുടെ ഷോർട്സ് ചാനലിലൊക്കെ ഷോർട്ട് ചാനലിൽ ഇന്നലെ ഇട്ടപ്പോഴും ഈ ഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്തത് അല്ലേ. കണ്ടില്ലേ കാറ്റുണ്ടല്ലേ. ഇത് തുറന്നിട്ടാല്, ഈ ഭാഗം തുറന്നിട്ടാല് അവിടുന്ന് കാറ്റോട്ടം ഉണ്ടാവും. നമ്മൾ വീട് നോക്കുന്ന വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാറ്റോട്ടമുള്ള വീടായിരിക്കണം നമുക്ക് കിട്ടേണ്ടതെന്നുള്ളത് അല്ലേ. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ നിന്നിട്ട് ഇപ്പൊ ഒരു ഒന്നരാഴ്ചയായി നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ. വർക്ക് ചെയ്യാനായിക്കോട്ടെ, വർക്ക് നമ്മൾ കണ്ടിന്യൂ ആണ്. നിങ്ങൾ നോക്കിയൊക്കെ ഒന്നരാടം ഇടുന്നിട്ട് കറക്റ്റ് ഒന്നരാടം തന്നെ നമ്മൾ വീഡിയോ വരുന്നുണ്ട്. ഷോർട്സ് ഡെയിലി ആയിട്ട് അല്ലേ, ഒന്നരാടം. അതായത് ഒരു ദിവസം മെയിൻ വീഡിയോ, ഒരു ദിവസം ഷോർട്സ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റയിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇവിടെ ഒരു നല്ല ബർക്കത്തുള്ള വീടാ അല്ലേ. അതെ അതെ. അതേപോലെ നമ്മളെ ഡൈനിങ് ടേബിള് കാറ്റ് നോക്കിയേ. ഇത് കണ്ടില്ലേ, ഇത് ഡൈനിങ് ഏരിയ. പക്ഷെ അവിടെ ഫ്ലിക്കറിങ് അടിക്കുന്നുണ്ട്. വാ ഇങ്ങോട്ട് നമുക്ക് ബാൽക്കണി കാണിച്ചു കൊടുക്കാം. വാ, ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. നോക്കിയാ നമ്മളവിടെ നിന്ന് നമ്മൾ DLF ഇല്ലേ, നിയാസിന്റെ DLF ഒക്കെ ഇവിടുന്ന് സുഖമായിട്ട് കാണാം. നമുക്ക് DLF അത് കണ്ടില്ലേ നേരെ. നമുക്ക് എപ്പോഴും ഇവിടെ നിൽക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര പീസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അധികം ഇവിടേക്ക് മാറിയതിന് ശേഷം നമ്മൾ അധികം പുറത്തേക്ക് പോയിട്ടുമില്ല. പോയിട്ടോ മറിയാ? അധികം പോയിട്ടില്ല. ഭക്ഷണം ഇവിടെ വെക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് പുറത്തത്തെ ഫുഡാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പറ്റുന്നില്ല. അങ്ങനെയാണ് അല്ലേ. പിന്നെ നിന്റെ ബാക്കിൽ എന്താ കാണുന്നത്? അതൊരു ഇവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാർപ്പറ്റ് ആട്ടോ. അതായത് നമ്മുടെ ലിവിംഗിൽ ഉണ്ടായിരുന്ന ഒരു കാർപ്പറ്റ് ആണ്. അപ്പൊ നമ്മള് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കഴുകാന്ന് വിചാരിച്ചു കഴുകി ഒരു വട്ടം, വൃത്തിയാവുന്നില്ല. അത് കുറെ അട്ടിക്ക് എനിക്ക് തോന്നുന്നു അതില് ഒരു അട്ടിക്ക് ഇങ്ങനെ കുറെ കാലമായിട്ട് അതൊന്നും ചെയ്യാതെ കഴുകാതെയും അതിന് ശരിക്കും വാക്വം ചെയ്തെടുക്കണം. അങ്ങനെ വാക്വം ചെയ്തെടുക്കാഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. അത് കേടാണ് അല്ലേ. മൊത്തം അതിൽ കട്ട ചളിയാണ്. എത്ര ആക്കിയിട്ട് പോകണില്ല. അപ്പൊ അത് ഉണങ്ങാത്തതിനോട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചതാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് റൂം 2 BHK കേട്ടത്. അത് അടുക്കള കാണിച്ചു കൊടുക്കണോ, റൂം കാണിച്ചു കൊടുക്കണോ? അടുക്കള കാണിച്ചു കൊടുക്കാം. യെസ്, വാഷ് ബേസിൻ. നെക്സ്റ്റ് ഇത് നമ്മുടെ ഗസ്റ്റ് റൂം ആട്ടോ. ഇവിടെയാണ് നമ്മൾ ഇത് ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരായിട്ട് വെച്ചതാണ്. നമ്മൾ ഇതുവരെ പറിച്ചിട്ടില്ല. അത് ഒരു ഒഴിവുപോലെ നോക്കിയിട്ട് പറിക്കണല്ലോ ഈ സാധനം. തൂക്കിയതാണ്, നമ്മൾ ഇതുവരെ പറിച്ചിട്ടില്ല. അതെ, ഇവിടെ നമ്മൾ വരുമ്പോ ഉണ്ടായിരുന്ന TV ആണ്. അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ റൂമിൽ ആരും അങ്ങനെ നിൽക്കാനായിട്ട് വന്നിട്ടും ഇല്ലതായിട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റൂമിലേക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യില്ല. നമ്മളെ പെട്ടികളുണ്ട് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
നമ്മളെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിടണം കേട്ടോ. അടുത്ത ഇതാണ് നമ്മുടെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിൽ നിന്നും എന്താ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിടന്നാൽ തന്നെ എന്താ കണ്ടില്ലേ, പുറത്തേക്ക് നല്ല വ്യൂ ആണ്. നല്ല കാറ്റും ഇവിടെ തന്നെ കണ്ടില്ലേ. ഈ രണ്ടെണ്ണം ഇതും കൂടി തുറന്നിട്ടാല് ഇതും കൂടി അങ്ങോട്ട് തുറന്നിട്ടാ ഫുൾ കാറ്റാണ്. ഇത് കണ്ടില്ലേ. അല്ല നമുക്ക് ആ ഫീൽ ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടല്ലോ നമ്മള്, ആ ഫീല് അല്ലേ. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇനി എന്താ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. യെസ്, വലുതാ അല്ലെ. മുകളിലും സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ രണ്ടിടത്തുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ വിചാരിച്ച ഫ്ലാറ്റ് കിട്ടാഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിലേക്ക് ഒരു 1 BHK പോയി എടുക്കാൻ നിന്നല്ലേ അന്ന് ആ ഒരു സമയത്ത്. അതാണെന്നുണ്ടെങ്കിൽ തീരെ ഒരു സ്റ്റോറേജ് ശരിക്കും മര്യാദക്കില്ല, കൺജസ്റ്റഡ് ആയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഫിക്സ് കാണായിരുന്നു. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നിന്നപ്പോ അന്ന് രാത്രി മറിയും ഒന്നും കൂടി OLX ഒക്കെ ഒന്നും കൂടി തപ്പിയപ്പോഴാണ് ഇത് കിട്ടിയത് അല്ലെ. അപ്പൊ ഓണറിനെ തന്നെ ഡയറക്റ്റ് കിട്ടി, ഞങ്ങൾക്ക് ബ്രോക്കറേജ് പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഓണറും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. വിളിച്ചപ്പോ തന്നെ നമ്മളോട് ഒന്നും ഇങ്ങനെ പറഞ്ഞില്ല, ഒരു തന്നെ അവര് അപ്പൊ തന്നെ ഓക്കെ ഇവിടെ ഒരാള് നിക്കുന്നുണ്ടായി, ഒരു ടെന്റ് ഇവിടെ ഉണ്ടായി. അപ്പൊ ആളെ നമുക്ക് കോണ്ടാക്ട് വന്നിട്ട് നമ്മൾ വന്ന് കണ്ടു. ഭയങ്കര കോപ്പറേറ്റീവ്. അതെ, നല്ല അടിപൊളിയാണ്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് അതേപോലെ തന്നെ വേറെ ഒന്ന് കേട്ടോ. ഞങ്ങള് ഒരു എറണാകുളം സൗത്തില് കടവന്ത്രയില് ഞങ്ങളൊരു ഫ്ലാറ്റ് നോക്കിയിരുന്നു കേട്ടോ. ആ ഫ്ലാറ്റ് നോക്കിയപ്പം അവിടെ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് നമ്മളിങ്ങനെ നോക്കി, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് കാണണം ഓക്കെ അല്ലേ എന്നൊക്കെ വന്ന് നോക്കുന്ന ടൈമില് അവിടുത്തെ ഫ്ലാറ്റിന്റെ ഓർഡർ പറയാണ്, ഞാൻ ഓൾറെഡി നിങ്ങളൊരാള് കൊച്ചിയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നോക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ ബ്രോക്കർമാരുണ്ടല്ലോ, ബ്രോക്കർമാരോട് പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഓണറോട് പ്രോപ്പർ ആയിട്ട് കാര്യം പറയൂല, എന്താ സംഭവം പ്രൊഫഷൻ എന്താ എല്ലാം മാറ്റി പറയും. ഇതൊന്നും അങ്ങനെ പറയണ്ടാന്ന്. നമ്മളെ പ്രൊഫഷൻ എന്താന്ന്, നമ്മൾ എന്താ ചെയ്യുന്നതെന്നും കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുക. ആ ഓണർ നമ്മളോട് പറയാ, ഓക്കെ നിങ്ങൾ ഇവിടെ നിൽക്കണ കുഴപ്പമില്ല, വീഡിയോയിൽ ഞങ്ങളെ വീട് കാണിക്കരുത്. പിന്നെ ഞങ്ങളെ അരിയേ ഇതാണ്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ കാണിക്കാതിരിക്കുക? നമ്മളിവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നൊന്നുമില്ല. എന്നോട് പറഞ്ഞ അയാൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വൈഫിനോട് അഡ്വാൻസ് ഒക്കെ കൊടുത്തായിരുന്നു. അതെ, പക്ഷെ എന്നോട് അയാൾ പറഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ എന്റെ വൈഫിനോട് സംസാരിച്ചോളൂ, വൈഫ് ഓക്കെ പറഞ്ഞാ ഓക്കെ. ഞാൻ നമ്മൾ വേണ്ട പറഞ്ഞ, പക്ഷെ എന്റെ ബ്രോക്കർ വിളിച്ചിട്ട് പറയാ നിങ്ങൾ എന്തിനാ അതിപ്പോ പറയാൻ പോയതെന്ന്. പിന്നെ നമ്മളെ പ്രൊഫഷൻ നമ്മൾ പറയണ്ടേ അല്ലേ? നമ്മൾ കൊള്ളടിക്കാനോ മറ്റേ കള്ളത്തനം ചെയ്യാനൊന്നല്ലല്ലോ വരുന്നത്. നമ്മളിവിടെ ഒരു റെന്റ് കൊടുത്ത് താമസിക്കാൻ വരുന്നതല്ലേ അല്ലേ? യെസ്. ഇനി നമ്മുടെ പെട്ടുപോയേനെ. ഇതാ അടുത്തത് നമ്മളെ കിച്ചൺ. നല്ല അടിപൊളി കിച്ചൺ ആണ് ഇത്. ഇങ്ങനെ നല്ല സാധനം കിട്ടിയാൽ നമുക്ക് എപ്പോഴും എന്താ ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പോലെ തന്നെ കീപ്പ് ചെയ്യാൻ തോന്നും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ബോക്സ് കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. ഒരുപാട് സാധനത്തിന്റെ ബോക്സുകളുണ്ട്. ഈ ബോക്സ് നമുക്ക് മാറുമ്പോഴും ആവശ്യം വരും അല്ലേ? അതെ. പിന്നെ നമ്മൾ അലക്കിയിടലും ഇവിടെ തന്നെ കേട്ടോ. ഓക്കെ, ഇതിവിടെ ക്ലീനിങ്ങിന്റെ സാധനങ്ങൾ നമ്മൾ വാഷ് ചെയ്യലും ഇവിടെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇതാണ് നമ്മുടെ കൊച്ചു ഫ്ലാറ്റ്. നല്ല ഹാപ്പിയാണ്, നല്ല പോസിറ്റീവാണ്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ മറ്റേ ഇവിടെ താമസിച്ചിരുന്ന ആളല്ലേ, അവരോട് ചോദിച്ച ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണോ, നല്ല കാറ്റും വെളിച്ചൊക്കെ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കിന്. മൂപ്പരോട് ചോദിച്ചു, മൂപ്പര് പറഞ്ഞു നല്ല പോസിറ്റീവ് തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. അവരെ വൈഫ് ഇവിടുന്ന് പോയതിനെ കൊണ്ടാണ് അവർ മാറിയെന്നാണ് പറഞ്ഞത്. സോ എനിവേ ഗുഡാണ് കാര്യങ്ങൾ. കണ്ടില്ലേ ഒത്തന്നെ കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലാറ്റ് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറ. ഇനി കുറച്ച് പ്ലാൻസ് കൂടി നമുക്ക് ഇവിടെ വെക്കാൻ കിട്ടോ. നമ്മൾ പ്ലാൻസ് അതേപോലെ തന്നെ നമ്മൾ ഈ കാട്ടന് മാറ്റാൻ വേണ്ടി നോക്കിയതാണ്. കാട്ടൻ പോയി എടുത്തതുമാണ് നമ്മളല്ലേ വെക്കാനുണ്ട്. ഓൾറെഡി കുറച്ച് സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്, അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം അളവൊക്കെ എടുത്തിട്ട് ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ കാർട്ടനൊക്കെ നമ്മൾ മാറ്റാൻ വൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിരുന്നു, വാങ്ങി കൊണ്ടൊന്നും ചെയ്തു നമ്മള്. പക്ഷെ എന്താ മാറ്റിയത്? അതിന്റെ ഹൈറ്റ് റെഡി അല്ലേ, അളവ് റെഡി അല്ലേ? അതെ, ഈ കാർട്ടൺ റെഡി ആവാത്ത പ്രശ്നം എനിക്ക് എന്തോ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊക്കെ മാറ്റും, ചേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവള് ഞാനായിട്ടും ഞാൻ ഇവളായിട്ടും ഒന്ന് അല്ലെ ഒരു ഫുൾ ഡേ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആ വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ അല്ലേ? അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.